സദാശിവ, മിണ്ടിപ്പോവരുത്. ചങ്ങാടി നന്നായി കണ്ണാടി വേണ്ടെന്ന് അമിതാഭ് ബച്ചൻ ഒരു ഹിന്ദി സിനിമ പാടിയിട്ടുണ്ട്. അയാൾക്ക് എങ്ങനെ പലതും പാടാം, കാരണം അയാൾക്ക് നിന്നെപ്പോഴും തല്ലിപ്പൊളി ചങ്ങാതി കാണില്ല. എടാ, ചീഞ്ഞ കോഴിക്കേസിന് ഞാൻ 2 മാസം ഗോതമ്പുണ്ടായിരുന്ന അകത്ത് കിടന്നപ്പോ നീ പുറത്ത് കോഴിക്കാലെന്ന് സൂക്ഷിക്കായിരുന്നല്ലേ? നീ ഒന്ന് ചുവന്ന് തുടുത്തല്ലോ. ചുവന്ന് തുടുത്തല്ല, അവന്മാരെ ഇടിച്ച് പഠിപ്പിച്ചതാ. എങ്ങനെ പഠിപ്പിക്കായിരിക്കും? കോഴി വസന്ത പിടിച്ച കോഴികളെ നീ കോൾഡ് സ്റ്റോറേജ് വഴി നാട്ടുകാരെ കൊണ്ട് തീറ്റിച്ചില്ലേ? നാട്ടുകാരെ മുഴുവൻ സഹായിക്കുന്ന നീ സ്വന്തം കൂട്ടുകാരനെ കൈവിട്ടു അല്ലേ? എടാ, 5000 രൂപ കോടതി പിഴ കെട്ടിവെച്ച ആരാ? നിന്റെ തന്തയാ? നീ കാണിക്കുന്ന പോക്കൃത്തരങ്ങൾക്ക് ഞാൻ പിഴയും കെട്ടിവെക്കണം, പിന്നെ നിന്റെ കൂടെ വന്ന് ജയിലിൽ റൂം ഷെയർ ചെയ്യണം. ഇതും കൂടെ കൂട്ടി 32ാമത്തെ പ്രാവശ്യം നിന്നെ റിസീവ് ചെയ്യാൻ വന്നിരിക്കുന്നത് അറിയോ? ഇനി അത് വേണ്ട. ഓഹോ, എന്നാൽ ഇന്ന് മുതൽ നിന്റെ പോക്കൃത്തരങ്ങൾക്ക് കൂട്ടി നിൽക്കുന്ന ഏർപ്പാട് ഞാനും നിർത്തി. നീ വണ്ടി കയറ്. വേണ്ട, വണ്ടി കയറ്. ഇതെല്ലാ തവണത്തെയും പോലെയല്ല. എന്റെ ഉള്ളിലുണ്ട് സത്യവും ധർമ്മവും നീതിയും ദാഹിക്കുന്ന ഒരു മനസ്സ്. ഇടികൊണ്ട് കലങ്ങി എന്റെ നെഞ്ചുതൊട്ട് ഞാൻ സത്യം ചെയ്യുകയാണ്. ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. സദാശിവനല്ല, ഇന്ന് മുതൽ ഞാൻ സദ്ദാമാണ്. സദ്ദാം ശിവൻ, നീ വെറും ബുഷ്. വെറുതെ ഇവരെവിടെ പോയാൻ എന്റെ അടുത്ത് തന്നെ വരും. നല്ല റണ്ണിങ് കണ്ടീഷനിൽ ഓടിക്കൊണ്ടിരുന്ന സ്ഥാപനമാ ഈ പരുവത്തിലായി. ഉള്ള കോഴികളെല്ലാം അവന്മാരെടുത്തോണ്ട് പോയില്ലേ? പറഞ്ഞ പോലെ ഇതിനകത്ത് കുറെ മുട്ട ഉണ്ടായിരുന്നല്ലോ, അതും കൂടെ അവന്മാർക്ക് എടുത്തോണ്ട് പൊക്കൂടായിരുന്നോ? എല്ലാം ചീഞ്ഞ് കാണും. ശുഭലക്ഷണം. ഇന്നത്തോടെ തരികിട പരിപാടികൾക്ക് വിടാം. പ്രിൻസേ, നോക്കിക്കോ, എന്റെ ഈ കോൾഡ് സ്റ്റോറേജിനെ ഞാനൊരു ഗോൾഡ് സ്റ്റോറേജ് ആക്കും.